ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ രാവിലെ എണീറ്റ്, ഇന്ന് ഇലക്ഷനൊക്കെ ആണല്ലോ, അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഞങ്ങൾ പറമ്പിൽ പോയി. അവിടെ ഇപ്പോൾ ചക്കപ്പഴം പഴുത്തെടുക്കുന്നുണ്ട്. ചക്കപ്പഴം എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയുക അറിയില്ല, അറ്റച്ചക്ക എന്നും പറയും. ചക്കപ്പഴം അത് ഒടിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മോള് ഞാനും കൂടി ജിമ്മിൽ പോയി. അവിടെ കുറ്റിക്കാട്ട് സർവീസ് സ്റ്റേഷൻ്റെ അടുത്താണ് ഈ ജിമ്മ് ഉള്ളത്. അവിടെ ട്രെയിനർമാരൊക്കെ ഉണ്ട്. ലേഡീസിന് രാവിലെ 11 to 3 മണി വരെയും ജെൻസിന് വൈകിട്ടുമാണ് അവിടെ ഉള്ളത്. ജിമ്മിനൊക്കെ ആർക്കെങ്കിലും ലേഡീസ് ട്രെയിനർമാർ വേണമെന്ന് അപേക്ഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓല് ഇവിടെ ഇവരായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം. അപ്പം പിന്നെ അവിടെ കുറച്ച് സമയം നമ്മൾ ചിലവഴിച്ചു, കുറച്ച് നേരം നിന്ന് സംസാരിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞ് ബോട്ടാണല്ലോ, അപ്പം ബോട്ട് ചെയ്യാൻ പോയി. ടെൻഷനായത് കൊണ്ട് ബോട്ടൊക്കെ ചെയ്ത് അവിടെ നിന്ന് കുറച്ച് നമ്മളെ കുറച്ച് ആൾക്കാരൊക്കെ കണ്ട് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നിക്ഷാനിൽ പോയി. കോഴിക്കോടുള്ള നിക്ഷാനിൽ പോയി. അവിടെ നിന്ന് പ്രീതി മിക്സി വാങ്ങാനായിരുന്നു പോയിരുന്നത്. നിങ്ങൾക്ക് വേണ്ടിയ വെള്ളം ഇതിൽ കപ്പാണ്, ഇതിൽ മെഷറിംഗ് കപ്പായിട്ട് യൂസ് ചെയ്യുക. വെള്ളം ഒഴിക്കുക, എന്നിട്ട് ചെയ്യുക, അതും ക്ലോസ് ചെയ്തിട്ട് മെഷീൻ ഓൺ ആക്കിയാൽ ഓട്ടോമാറ്റിക്കായി പൊടി കുഴഞ്ഞു വരും. ഇതിൽ വെള്ളം എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇതിൽ വഴി ചെറുങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഈ ബ്ലേഡ് മാറ്റിയിട്ട് ഈ സ്റ്റീലിൻ്റെ ബ്ലേഡ് ഇട്ടാണെങ്കിൽ നമുക്ക് ചോപ്പറായിട്ട് യൂസ് ചെയ്യാം. ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചോപ്പറായിട്ട് യൂസ് ചെയ്യാം. ചോപ്പിങ്ങിനുള്ള സാധനം ഇതേപോലെ തന്നെ സെയിം പ്രോസസ് തന്നെ. ഇതിൽ നോക്കാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചോപ്പിങ്ങിനുള്ള സാധനം അതിൽ ആഡ് ചെയ്യാം. ഇതിൻ്റെ മേലെ കൂടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വരുന്നത് ഉപ്പേരി കഴിയാനും ഉള്ളി സവാള കാര്യങ്ങൾ സ്ലൈസ് ചെയ്യാനാണ്. അതിന് ഈ സാധനങ്ങളെല്ലാം റിമൂവ് ചെയ്തിട്ട് ഇത് മാത്രം ഇട്ട് കൊടുക്കുക. ഇത് മാത്രം ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ക്ലോസ് ചെയ്യുക. നമ്മൾ സവാളാണ് എന്താണെങ്കിലും അത് ഇട്ട് കഴിഞ്ഞിട്ട് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക, പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉള്ളിൽ ബ്ലേഡ് ഇങ്ങനെ കറങ്ങും, സവാള അരിഞ്ഞിട്ട് താഴേക്ക് പോകുകയും ചെയ്യും. പിന്നെ ഈ ബ്ലേഡ് മാറ്റേണ്ട ഒരു ഓപ്ഷനാണ്. നമുക്ക് രണ്ടാമതൊരു എക്സ്ട്രാ ഒരു ബ്ലേഡ് വരും ഇതിൻ്റെ കൂടെ. ഇത് വളരെ ശ്രദ്ധിക്കണം. ഇത് കൈയൊക്കെ ഇവിടെ തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മുറിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിലാവുള്ളൂ മുറിഞ്ഞെന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഈ രണ്ട് ഭാഗം പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ സൈഡിലേക്ക് ഓടി വെച്ചിട്ട് ഇത് പുറത്തേക്ക് തള്ളി കൊടുത്താൽ ഈസി ആയിട്ട് റിമൂവ് ആയി വരും. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ഉപ്പേരി കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ബ്ലേഡ് കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് കൊടുത്താൽ ഇത് പിന്നെ കുഴപ്പമില്ല. ഇത് കൈ വെച്ചാലും തട്ടിയാലൊന്നും കുഴപ്പമില്ല. ഇതും സെയിം പ്രോസസ്സാണ്. ഊരാൻ ഈ ഒരു ഭാഗം പുറത്തേക്ക് തള്ളി കൊടുത്താൽ മതി, ഊരി പോണോളും. ഇടാനാണെന്നുണ്ടെങ്കിൽ മുമ്പിലൊരു ലോക്ക് കാണാം. ആ ലോക്ക് എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ബാക്ക് ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ലോക്ക് സിമ്പിളായിട്ട് കൊടുക്കും. അതിൽ ഈ ഒരു ബ്ലേഡിൽ മാത്രമേ നിങ്ങൾ സൂക്ഷിക്കേണ്ടിയുള്ളൂ. ഇത് സർജിക്കൽ ബ്ലേഡാണ്, കൈ പെട്ടെന്ന് മുറിയും. ഇത് ബ്ലേഡ് തൊടണ്ട. നമുക്ക് നേരെ ഭാഗം പ്രസ് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഭാഗമൊക്കെ വെച്ച് പ്രസ് ചെയ്യാം. ഇവിടേക്ക് കൈ അടുപ്പിക്കാനേ പറ്റും, ബാക്കി പ്രശ്നമൊന്നുമില്ല. നിക്ഷാൻ്റെ സ്റ്റാഫിലൊക്കെ നല്ല എന്താ പറയുക, നല്ല സ്നേഹമുള്ള നല്ല പെരുമാറ്റം, നല്ല ഇതാണ്, എല്ലാ കാര്യത്തിനും നല്ല ഷെയറാണ്. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു, മിക്സിയൊക്കെ വാങ്ങി വീട്ടിലെത്തിയപ്പോൾ അവിടെ പിന്നെ വീട്ടിൽ സാധാരണ വരുന്ന ആൾ ഇതൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരാളുണ്ട്. പണ്ട് ആദ്യം വരുന്നതാണ്. അദ്ദേഹത്തിന് സംസാരിക്കാനൊന്നും കഴിയില്ലായിരുന്നു. പിന്നെ ഓപ്പറേഷനൊക്കെ ചെയ്ത് റെഡിയായതാണ്. ഇവർ ഇങ്ങനെ സാധനങ്ങളൊക്കെ ആയിട്ട് വരലുണ്ട്. അപ്പം ഞങ്ങൾ ആ സാധനങ്ങളൊക്കെ ചില്ലറ അത് ഇതുമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. സാധനം കൊണ്ടിട്ട് അപ്പോൾ അങ്ങനെ ഇപ്പര കയ്യിൽ നിന്നാണ് അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളായിട്ട് കുറേ ചെറിയ സാധനങ്ങളൊക്കെ കൊണ്ടുവരൽ വണ്ടിമേലൊക്കെയാണ് വരുന്നത്. ചകിരി അങ്ങനെയുള്ള സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങി കൊണ്ടുവരുന്ന ആൾക്കാരോട് സാധനങ്ങൾ വാങ്ങാറ്. അപ്പം നാളെ കുറേ കാലങ്ങളായിട്ട് നമുക്ക് അങ്ങനെ അയാളങ്ങനെ അത് കഴിഞ്ഞ് ആദ്യം കൊണ്ടുവരലുണ്ടായിരുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ ഞങ്ങളതൊക്കെ എടുക്കുകയായിരുന്നു. സഹായം അത് കഴിഞ്ഞ് പിന്നെ വിരുന്ന് പോകാനുണ്ടായിരുന്നു. അങ്ങനെ വിരുന്ന് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പോവുകയാണ്. അപ്പം അമ്മേൻ്റെ വീട്ടിലേക്കാണ് വിരുന്ന് പോകുന്നത്. അപ്പം അമ്മേനെ കണ്ടിട്ട് കുറേ ആയി. അമ്മേനെ കാണാൻ പോവുകയാണ്. അപ്പം അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് അപ്പം പോണൊരു അവിടെ നിന്ന് കണ്ടപ്പോൾ അമ്മേനെ കണ്ടപ്പോൾ
ഇതല്ലേ മുഖം കാണുന്നത്. ഓൾ ഇങ്ങനെയാണ് ഈ വീട്ടിൽ നടക്കല്. കണ്ടപ്പോൾ എന്ത് നമുക്ക് തരണം എന്നുള്ള ഒരു ഇതായിരുന്നു അമ്മയ്ക്ക്. എന്താ തരിക, എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ട ചായ കടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളവിടെ കുറച്ച് നേരം ചായയൊക്കെ കുടിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ പാൽക്കുട്ടി കഴിച്ച് വീട്ടിലേക്ക് പോയി.